ഇറാനിൽ നിന്നുള്ള വധഭീഷണിയെ തുടർന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യമായി വിമാനം മാറി യാത്ര ചെയ്തെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ഇറാനെതിരെയുള്ള യു.എസ്. സൈനിക നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ താൽപര്യങ്ങളുണ്ടാകുമെന്ന ചർച്ചകളൊക്കെ തന്നെ സജീവമാകുന്നു. BBC-യാണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ഇറാനിയൻ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് ട്രംപ് ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ബദൽ വിമാനത്തിലേക്ക് രഹസ്യമായി മാറിയത്. ട്രംപിനെ സുരക്ഷിതമായി മാറ്റുന്നതിനായി കാറ്ററിംഗ് ട്രക്കിലാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചതെന്നാണ് വിവരം. മാധ്യമപ്രവർത്തകരെയും വൈറ്റ് ഹൌസ് ജീവനക്കാരെയും എയർഫോഴ്സ് 1-ൽ തന്നെ യാത്ര തിരിക്കാൻ അനുവദിച്ചുകൊണ്ട് അതീവ രഹസ്യമായ തന്ത്രമാണ് യു.എസ്. സീക്രട്ട് സർവീസ് പുറത്തെടുത്തത്. തങ്ങൾ ലക്ഷ്യമിടുന്ന പട്ടികയിൽ ഒന്നാമൻ താനാണെന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഖത്തർ സമ്മാനമായി നൽകിയ പുതിയ ബോയിംഗ് 747 വിമാനത്തിലാണ് ട്രംപ് നേരത്തെ അങ്കാറയിലെത്തിയത്. എന്നാൽ മടങ്ങുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ പഴയ എയർഫോഴ്സ് 1 ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്നാൽ ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. ട്രംപ് സഞ്ചരിച്ച ചെറിയ വിമാനം രാത്രി 10:20 ബ്രിട്ടനിലെ RAF മിൽട്ടൺ ഹാൾ എയർബേസിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു ജീവനക്കാരെ വഹിച്ചുകൊണ്ടുള്ള എയർഫോഴ്സ് 1-ഉം ലാൻഡ് ചെയ്തത്. മുൻപ് 2000-ൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോഴും സമാനമായ രീതിയിൽ രഹസ്യ വിമാനമാറ്റം നടത്തിയിരുന്നുവെങ്കിലും ഇത്രയും കൃത്യമായ പദ്ധതിയിലൂടെ വിവരങ്ങൾ മറച്ചുവെച്ച് വിമാനമാറ്റം നടത്തുന്നത് യു.എസ്. ചരിത്രത്തിൽ ആദ്യമായാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപുമായി പറന്ന C-32A വിമാനം 10:20 ബ്രിട്ടനിലെ RAF മിൽട്ടൺ ഹാൾ ബേസ് ലാൻഡ് ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി പഴയ എയർഫോഴ്സ് 1-ഉം അവിടെ എത്തിച്ചേർന്നു. തുടർന്ന് രാത്രി 10:56 പഴയ എയർഫോഴ്സ് 1-ന്റെ ഗോവണി ഇറങ്ങി വന്ന ട്രംപ് മാധ്യമങ്ങൾക്കു നേരെ വിക്ടറി ചിഹ്നം കാണിക്കുകയും വിമാനത്താവളത്തിലെ സൈനികരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ C-32A വിമാനത്തിൽ ആദ്യം ലാൻഡ് ചെയ്ത ട്രംപിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ കാണാതെ വീണ്ടും പഴയ എയർഫോഴ്സ് 1-ലേക്ക് മാറ്റിയതെന്ന കാര്യം വ്യക്തമല്ല. സംഭവത്തിൽ പ്രതികരിച്ച വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവ് ചിയാങ് അമേരിക്കയ്ക്കും പ്രസിഡന്റിനും നേരെ നിരവധി ശത്രുക്കളുടെ ഭീഷണിയുണ്ടെന്നും അത്തരം സുരക്ഷാ ഭീഷണികളെ നേരിടാൻ സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാനെതിരെ യു.എസ്. സൈനിക നീക്കം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അയാത്തുള്ള അലി ഖമേനിയെ വധിച്ച നടപടിയെ തന്റെ നേർക്കുണ്ടായ വധശ്രമങ്ങളുമായി ട്രംപ് പരസ്യമായി ബന്ധപ്പെടുത്തിയിരുന്നു. അവരെന്നെ വധിക്കാൻ 2 തവണ ശ്രമിച്ചു, പക്ഷേ അതിനു മുമ്പ് ഞാൻ അവരെ വീഴ്ത്തിയെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ വധശ്രമങ്ങളിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടതിനെക്കുറിച്ച് യു.എസ്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും സമാനമായ രീതിയിൽ സംസാരിച്ചിരുന്നു.